ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് കടുമാങ്ങാച്ചാർ ഉണ്ടാക്കുന്ന വിധമാണ്. കടുമാങ്ങാച്ചാർ ഉണ്ടാക്കുവാനായിട്ട് ആദ്യം ഇവിടെ എടുത്ത ഇൻഗ്രീഡിയൻറ്റ് 2 കിലോയോളം വരുന്ന ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ്. ഈ മാങ്ങ നമ്മൾ ഉപ്പിലിട്ട് വെക്കുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കാതെ ഉപ്പ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ മാങ്ങ നമ്മൾ ഉപ്പിലിട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ മാങ്ങ ഇതുപോലെ ചുളിഞ്ഞു കിട്ടുന്നത്. വെള്ളത്തോട് കൂടിയിട്ടാണ് നമ്മളിത് ഉപ്പിലിട്ട് വെക്കുന്നതെങ്കിൽ ഈ മാങ്ങ വീർത്ത് വരികയാണ് ചെയ്യുക. ഇതെങ്ങനെയാണ് ഉപ്പിലിട്ടതെന്ന് ഞാൻ പറയാം. ഈ മാങ്ങ നല്ലപോലെ കഴുകി അതിലത്തെ വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ഉപ്പിലിടുന്നത്. ഇത് ഏകദേശം 2 കിലോയോളം ഉണ്ട്. 2 കിലോയോളം വരുന്ന ഈ മാങ്ങയ്ക്ക് നമ്മൾ എടുക്കുന്നത് 2 കപ്പോളം ഉപ്പാണ്. ഇത് നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഇട്ട് വെക്കുന്നത്. ഇതൊരു ഭരണിക്കകത്തും മറ്റോ ഇട്ട് കോട്ടൺ തുണി കൊണ്ട് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഇത് അച്ചാറിടാനായിട്ട് എടുക്കുന്നത്. ഇത് നമ്മൾ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്നൊരു ചാറ് ഊറി വരാൻ തുടങ്ങും. ഈ ചാറ് മാങ്ങയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാങ്ങയെടുത്ത് നമുക്ക് അച്ചാറിടാവുന്നതാണ്. നമുക്ക് ഈ അച്ചാറിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇത് 100 ഗ്രാമോളം വരുന്ന മുളക് പൊടിയാണ്. അച്ചാറിന് ഒരു സ്വല്പം എരിവ് കൂടുതലായതുകൊണ്ടാണ് 100 ഗ്രാം എടുത്തിരിക്കുന്നത്. എരിവ് ഇത്ര ആവശ്യമില്ലാത്തവർക്ക് ഇത് കുറയ്ക്കാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കടുകിൻ്റെ പരിപ്പാണ്. ഇത് ഏകദേശം 50ഓളം ഗ്രാം വരുന്നുണ്ട്. കടുകിൻ്റെ പരിപ്പ് മാർക്കറ്റിൽ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കടുക് വാങ്ങിച്ച് പൊടിച്ചെടുത്തിട്ടായാലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാൻ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞ് ഒഴിക്കാനായി പൂപ്പലൊന്നും വരാതിരിക്കാനായിട്ട് മുകളിൽ ഒഴിക്കാനായിട്ടാണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നല്ലെണ്ണയാണ്. ഇത് ഏകദേശം ഒരു 1/4 കപ്പോളം കാണും. പിന്നെ ഇത് 1 ടേബിൾ സ്പൂണോളം കായപ്പൊടിയാണ്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ ഉപ്പിലിട്ട് വെച്ചപ്പോൾ അതിൽ നിന്ന് ഊറി വന്ന വെള്ളമാണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം. അല്ലാണ്ട് നമ്മൾ സാധാരണ വെള്ളമൊന്നും നമ്മൾ ഈ അച്ചാറിൽ പിന്നെ യൂസ് ചെയ്യുന്നില്ല. ഉപ്പിലിട്ട് വെക്കുമ്പോൾ വരുന്ന വെള്ളമാണ് നമ്മളിതിൽ എടുക്കുന്നത്. ഒരു പക്ഷേ നമ്മളുടെ ഉപ്പ് വല്ലാണ്ട് കൂടിപ്പോയി മാങ്ങ കടിക്കുമ്പോൾ കച്ചു പോകുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യുന്നതാണ്, ഉപ്പിലിട്ട വെള്ളം എടുക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ പകുതി എടുത്ത് ബാക്കി വെള്ളം നമ്മൾ പച്ചവെള്ളം തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പിന്നീട് അച്ചാറെല്ലാം പാകമായി കഴിയുമ്പോൾ ഉപ്പെല്ലാം പാകത്തിനായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു, കായപ്പൊടി ഇട്ട് കൊടുത്തു, കടുകിൻ്റെ പരിപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ച ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് പാകപ്പെടുത്തി എടുക്കാവുന്നതാണ്. നമ്മുടെ എല്ലാ ഉപ്പുവെള്ളവും മാങ്ങയിൽ നിന്ന് ഊറി വന്ന എല്ലാ ഉപ്പുവെള്ളവും നമ്മളിതിൽ യൂസ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഓരോരുത്തർക്കും താല്പര്യമുള്ള അത്രയ്ക്ക് ചാറിനുള്ള ഉപ്പുവെള്ളം മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ കുറച്ചും കൂടി ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഈ ചാറ് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കണ്ണിമാങ്ങ ഇട്ട് കൊടുക്കാം. ഉപ്പിലിടാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണിമാങ്ങ എടുക്കുമ്പോൾ കണ്ണിമാങ്ങയുടെ അറ്റത്തിൽ ഈ തണ്ടൊന്നും പൊട്ടിച്ച് കളയാണ്ടാണ് നമ്മൾ ഉപ്പിലിടുന്നത്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. എല്ലാം മാങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നമുക്കിനി നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ മാങ്ങയെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞു. നമുക്കിനി ഇതൊരു ഭരണിയിലേക്ക് മാറ്റി അതിൻ്റെ മുകളിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നല്ലെണ്ണ ചൂടാറിയത് ഒഴിച്ചു കൊടുക്കാം. എന്തിനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു കാരണവശാലും പൂപ്പൽ വന്ന് കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇത് അടച്ചു വെച്ച് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. 2 ആഴ്ച കഴിഞ്ഞാൽ മാത്രമാണ് കണ്ണിമാങ്ങയുടെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ നമുക്ക് ഒരുപാട് നാൾ വേണമെങ്കിൽ നമുക്കിത് കെട്ടിവെക്കാവുന്നതാണ്. യാതൊരു കേടും കണ്ണിമാങ്ങ അച്ചാറിന് നമുക്ക് സംഭവിക്കുന്നതല്ല.
ഇങ്ങനെയാണ് നമ്മൾ ഈ കണ്ണിമാങ്ങ അച്ചാർ തയ്യാറാക്കിയെടുക്കുന്നത്.